കോൺഗ്രസ് നേതാവ് ജെബി മേത്തർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് പാലക്കാട്ടും അതേപോലെ വയനാട്ടിലും ചരിത്ര വിജയം നേടാൻ കഴിഞ്ഞുവെന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് സൂചിപ്പിക്കുകയുണ്ടായത്. അതേസമയത്ത് ചേലക്കരയിലേത് മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്തു. അതൊരു മികച്ച പ്രകടനമാണ് എന്ന് കരുതുന്നുണ്ടോ? മൊത്തത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിലെ ഫലം എങ്ങനെയാണ് കാണുന്നത്? ഉപതെരഞ്ഞെടുപ്പിലെ UDFന്റെ ഒരു വിജയം അത് ഏറ്റവും നല്ലൊരു വിജയമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. വയനാട്ടിലാണെങ്കിലും പാലക്കാടാണെങ്കിലും. പിന്നെ ചേലക്കരയിൽ ഞങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും അവിടെ ഒരു വലിയ ഇടിവാണ് LDFന്റെ വോട്ടിന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതിൽ തർക്കമില്ല. അതേപോലെ തന്നെ ഇത്രയും വർഗീയത പടർത്താൻ BJPയും CPMഉം ആഞ്ഞ് പരിശ്രമിച്ചിട്ടും അതൊന്നും കേരളത്തിലെ മതേതര മനസ്സ് അംഗീകരിക്കില്ല. അതേപോലെ തന്നെയാണ് പാലക്കാട് സംഭവിച്ചിട്ടുള്ളത്. ഇത്രയും നല്ലൊരു ഭൂരിപക്ഷം, ചരിത്ര ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കേരളത്തിന്റെ മനസ്സാണ് പാലക്കാടുകാർ തിരിച്ചറിഞ്ഞതും ആ ഒരു വിജയത്തിലേക്ക് എത്തിച്ചത് എന്നും ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. BJPയുടെയും RSSന്റെയും ഒക്കെ ഇത്തരത്തിൽ വിദ്വേഷ രാഷ്ട്രീയത്തിന് കേരളത്തിൽ ഒരു സ്കോപ്പുമില്ല എന്നുള്ളതിന് ഒരിക്കൽ കൂടി അടിവരയിട്ട ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ജെബി മേത്തർ MP ഇതിൽ പാലക്കാട്ട് നേടിയിട്ടുള്ള വിജയത്തിന്റെ പേരിൽ വലിയ രീതിയിൽ താങ്കളെ കൂടി അഭിനന്ദിക്കുകയാണ്. അത് അഭിനന്ദനാർഹമായിട്ടുള്ള വിജയമാണ്. അതേപോലെ തന്നെ വയനാട്ടിലെ വിജയം അത് പ്രതീക്ഷിതമായിട്ടുള്ള വിജയമാണ്. അത് തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. അതേസമയത്ത് ചേലക്കരയിലേതാണ് ജയിക്കേണ്ടിയിരുന്നത്. അങ്ങനെ ജയിച്ചിരുന്നുവെങ്കിൽ അത് കൃത്യമായിട്ടും ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ജനങ്ങൾ വലിയ അസംതൃപ്തിയിലാണ്, ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. ഈ ഭരണം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങളും വിവാദങ്ങളുടെ പരമ്പരയുമാണല്ലോ തൊടുത്തു വിട്ടിരുന്നത്. അതൊന്നും ഏറ്റിട്ടില്ല. അവിടെ ജയം ലഭിച്ചിരിക്കുന്നു. അത് നിസ്സാരമായിട്ടുള്ളൊരു ജയമല്ല, അത്യാവശ്യം കൊള്ളാവുന്ന ഭൂരിപക്ഷത്തിനുള്ള ജയം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതല്ലേ അതിന്റെ യാഥാർത്ഥ്യം? ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഏകദേശം 40,000 വോട്ടിനാണ് 2021 ശ്രീ രാധാകൃഷ്ണൻ അവിടെ നിന്ന് ജയിച്ചെടുത്താണ് ഇത്രയും ഈ ഒരു 11,000-ത്തിലേക്ക് ഉള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് കുറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ 4,000-ഓളം വോട്ടിൽ നിന്ന് ജയിച്ച സ്ഥലത്താണ് 18,000-ന് മുകളിലേക്ക് വോട്ട് ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്താൽ തന്നെ വളരെ കൃത്യമായി അവിടെ ഒരു ഭരണവിരുദ്ധ വികാരത്തിന്റെ നെഗറ്റീവ്സ് LDFന് നേരിടേണ്ടി വന്നു എന്നുള്ളത് ഉറപ്പാണ്. അതിൽ വേറെ സംശയമില്ലല്ലോ. ഇപ്പൊ ഷാഫി പറമ്പിൽ ജയിച്ചതിനേക്കാൾ 1000 വോട്ടിനല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പ്രതികരണം തന്നെയാണ്. അതേപോലെ തന്നെ BJP കൊളുത്തുവിടാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കേരളത്തിലെ ഒരു സുരേഷ് ഗോപി ജയിച്ചു എന്നുള്ളിടത്ത് നിന്ന് ഏതോ വലിയ സംഭവങ്ങളെല്ലാം പാലക്കാട് സംഭവിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രചരണം BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും കേരളത്തിലെ മനസ്സ് ആഗ്രഹിക്കുന്നില്ല, പാലക്കാടിലെ മനസ്സ് ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ പുരോഗമന മനസാക്ഷി, കേരളത്തിന്റെ പുരോഗമന മനസാക്ഷി, ആ പുരോഗമന മനസാക്ഷി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന് മാത്രം സ്വന്തമല്ലല്ലോ, അത് UDFനും സ്വന്തമാണ്, അതിൻ്റെ ഒപ്പം നിൽക്കുന്നവരാണ്. ആ പുരോഗമന മനസാക്ഷി തീർച്ചയായിട്ടും പാലക്കാട്ടെ കോൺഗ്രസിന്റെ വിജയത്തിന്റെ ഒപ്പം നിൽക്കുകയും സമാശ്വസിക്കുകയും ചെയ്യും. വലിയ അപകടകരമായ ഒന്നിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള നിലയ്ക്ക് ആ രീതിയിൽ വിചാരപ്പെടുന്നവർ സന്തോഷിക്കും, ഒരു സംശയമില്ല. പക്ഷേ ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജെബി മേത്തർ MPയും അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവും സൂചിപ്പിക്കുന്ന ആ കണക്കുകൾ വെച്ചിട്ടുള്ള ഒരു താരതമ്യം അത് എത്രത്തോളം ഔചിത്യമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതായത് 2021 ചേലക്കരയിൽ ഭരണ തുടർച്ചയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയ 28,000 വോട്ട് അത് ഞങ്ങൾ കുറച്ചു എന്ന് പറഞ്ഞിട്ട് ആശ്വസിച്ച് നമ്മൾ സമാശ്വാസത്തിലൂടെ പോവുകയാണെങ്കിൽ അവിടെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയുകയും ചെയ്യുകയാണ്, ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുകയും ചെയ്യുകയാണെങ്കിൽ ആ ഭരണവിരുദ്ധ വികാരം എത്രയോ ഇരട്ടി പ്രകടമാകേണ്ടതായിരുന്നു. ഈ 28,000 വോട്ട് കുറയലല്ല, മറിച്ച് അവിടെ UDFന്റെ വിജയം ഉണ്ടാകേണ്ട രീതിയിലുള്ള അത്രയധികം വിവാദ പരമ്പരകൾ തൊടുത്തുവിടാൻ കഴിഞ്ഞല്ലോ പ്രതിപക്ഷത്തിന്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ കാര്യമാകട്ടെ, പൂരം കലക്കലാവട്ടെ, ADGPയുടെ RSS സന്ദർശനമാവട്ടെ, ADM നവീൻ ബാബുവിന്റെ മരണമാവട്ടെ, PP ദിവ്യക്കെതിരായിട്ടുള്ള പ്രേരണ
കുറ്റവും അവർ ജയിലിലാക്കപ്പെടുന്നതുമായിട്ടുള്ള കാര്യങ്ങളാകട്ടെ, ഇങ്ങനെ ഒന്നിനു പിറകെ ഇത്രത്തോളം വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുന്ന രീതിയിൽ വന്നിട്ട് പോലും ഈ 28,000 വോട്ടിന്റെ കുറവ് ഉണ്ടായി എന്നതല്ലാതെ അവിടെ ഒരു വിജയം എടുത്തുകൊണ്ട് ആ ഭരണവിരുദ്ധതയെ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതൊരു ഐഡിയൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് UDF ചേലക്കരയിൽ ജയിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദർ ഇസ് നോ സിൽവർ മെഡൽ ഇൻ പൊളിറ്റിക്സ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. വിജയം ആര് ജയിക്കുന്നു അത് വിജയം തന്നെയാണ്. പക്ഷെ ഇതിലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചേലക്കരയിൽ ഉള്ള ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഒരു വീക്ക്നെസ് അത് കറക്റ്റ് ചെയ്യാനാണ് UDFന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നൊക്കെ കഴിഞ്ഞ ഒരു 3 മാസക്കാലമായി അവിടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇത് ഇത്രയും ഒരു വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ഇത്രയും കുറയ്ക്കാൻ സാധിച്ചത്. എങ്കിൽ പോലും അത് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ ചേലക്കര ജയിക്കുമെന്നായിരുന്നു. അത് നടന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ വോട്ട് കുറച്ചത് 1000-ഓ 2000-ഓ 3000-ഓ 4000-ഓ 5000-ഓ അല്ല, 40,000-ന്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത്രയും കുറഞ്ഞൊരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു വലിയ മുന്നേറ്റം തന്നെയായി ഞങ്ങൾ കണക്കാക്കുന്നു. 2026 ആവുമ്പോഴേക്കും ഈ പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് കുറച്ചുകൂടി ഞങ്ങൾക്ക് ഇവിടെ എന്താണോ ഒരു കുറവ് സംഭവിച്ചത് അതുകൂടി മനസ്സിലാക്കി ഞങ്ങൾ തോറ്റ് പിന്മാറാൻ തയ്യാറല്ല. 2026ലേക്കുള്ള പ്രവർത്തനങ്ങൾ ചേലക്കരയിൽ ഇപ്പോൾ തന്നെ ഞങ്ങൾ തുടങ്ങുന്നതായിരിക്കും. തീർച്ചയായിട്ടും വളരെ നന്ദി, സന്തോഷം പ്രതികരിച്ചതിന്. KB ലിബീഷ് ചേരുന്നു നമ്മോടൊപ്പം. ഡി ബിനോയിയുമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവി BJPയെ സംബന്ധിച്ചിട്ട് അത് 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എങ്കിൽ പോലും അത് വലിയ തോൽവിയാണ്. ആ തോൽവിയെ സംഘപരിവാർ നേതൃത്വവും BJP നേതൃത്വവും ഗൗരവമായി എടുക്കുമെന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ആണ് കണക്കുകൾ നമ്മുടെ മുന്നിൽ തെളിയുന്നത്. KB ലിബീഷ്, ഇതിൽ പാലക്കാട്ടെ ഈ തോൽവിയെക്കുറിച്ച് BJPയുടെ തോൽവി ഏത് രീതിയിൽ K സുരേന്ദ്രന്റെ ഭാവിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് ചോദിച്ചതിന് നമ്മുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഡി ബിനോയി അവിടുത്തെ ഓരോരോ പോളിംഗ് ബൂത്തുകളിൽ നിന്ന് വന്നിട്ടുള്ള കണക്കുകൾ അനുസരിച്ചുകൊണ്ട് പാലക്കാട് നഗരസഭയിൽ നിന്ന് അടക്കം ഏതൊക്കെ രീതിയിൽ അതിന് കുറവ് വന്നു എന്ന് സൂചിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ആ കണക്കുകളിലൂടെ മനസ്സിലാക്കാവുന്നതാണോ BJPയുടെ തോൽവിയുടെ കാരണങ്ങൾ? BJPയെ സംബന്ധിച്ച് ആഴത്തിലുള്ള പരിശോധനയിലേക്ക് പോകേണ്ട ഒരു ഘട്ടം തന്നെയാണുള്ളത്. സംസ്ഥാനത്ത് 2 തവണയായി BJP ഭരിക്കുന്ന നഗരസഭയാണ് പാലക്കാട് നഗരസഭ. അവിടെ നിലനിൽക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ അത് വലിയ രീതിയിൽ BJPയുടെ ഈ പ്രകടനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം അവിടെ പ്രിയ അജയൻ എന്ന് പറയുന്ന ചെയർപേഴ്സണെ മാറ്റി പിന്നീട് അവിടെ ഉണ്ടായ ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഭാഗമായി പ്രമീള ശശിധരനെ കൊണ്ടുവരുന്നു. ഈ പ്രിയ അജയൻ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നു. പിന്നീട് അവർ പ്രചരണത്തിൽ സജീവമായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിൽ പോലും അവിടെ BJPക്ക് അകത്ത് വലിയ രീതിയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് C കൃഷ്ണകുമാറിനെ BJP അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത്. C കൃഷ്ണകുമാർ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് വിവിധ ഘട്ടങ്ങളിലായിട്ട് മത്സരിക്കുന്ന ആളാണ്. അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നാൽ C കൃഷ്ണകുമാർ മത്സരിക്കും, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നാൽ മത്സരിക്കും, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. അങ്ങനെ നിരന്തരം തെരഞ്ഞെടുപ്പ് രംഗത്ത് മത്സരിക്കുന്ന പാലക്കാട്ടെ BJPയുടെ തോൽവിയുടെ തൊട്ട് പിറകെ പറഞ്ഞത് ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതാണ് തിരിച്ചടിയായത്. ഇങ്ങനെ എല്ലാ തെരഞ്ഞെടുപ്പിലും കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് തിരിച്ചടിയാകുമെന്ന് അറിഞ്ഞിട്ടും അങ്ങനെ വീണ്ടും ആ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കിയ K സുരേന്ദ്രനെ പുറത്താക്കാതെ BJP രക്ഷപ്പെടില്ല എന്നാണ് സന്ദീപ് വാര്യരും പറഞ്ഞിരിക്കുന്നത്. K സുരേന്ദ്രൻ്റെ പ്രസിഡന്റ് സ്ഥാനം, അതായത് BJPയിൽ ഇപ്പോൾ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടം വരികയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലെത്തി നിൽക്കുമ്പോഴാണ് ഈ പാലക്കാട്ടെ ഒരു ഞെട്ടിക്കുന്ന തോൽവി BJPക്ക് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP പ്രസിഡന്റ് സ്ഥാനത്ത് പാലക്കാട്ട് ഞെട്ടിക്കുന്ന ഒരു തോൽവി BJPക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ അവിടെ പാലക്കാട്ട് കോൺഗ്രസ് നേടിയ വിജയം, കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് ഇപ്പോൾ നമ്മുടെ ചേരുകയാണ്. ഈ പാലക്കാട്ടെ വിജയത്തെ സവിശേഷമായിട്ട് കേരളത്തിന്റെ പുരോഗമന മനസാക്ഷിക്ക് സന്തോഷം പകരുന്ന ഒന്നാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും പാലക്കാട് വിജയം എന്ന് പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ്. വളരെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി എന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്രമാത്രം ഭൂരിപക്ഷത്തിൽ അവിടെ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ പോയി പ്രവർത്തകരെ കണ്ട് മാറി നിൽക്കുകയല്ല ചെയ്ത്, അവരെ കൂടി ഫീൽഡിൽ ഇറക്കി അവരോടൊപ്പം നടന്ന് വീടുകളിൽ കയറി ഇറങ്ങി വോട്ടുകൾ ചോദിച്ച്
ആണ് ഞങ്ങൾ അവിടെ നിന്ന സമയങ്ങളിലൊക്കെ പണിയെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും നേരിട്ട് ആളുകളെ